ഓം സദ്ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ്, അതായത് ഗാർഹസ്ഥ്യത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈശ്വരനോട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, അപേക്ഷിക്കണം. ഇന്നത് തരണം എന്ന് അപേക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. അതിന് മുന്നേ പറയട്ടെ, അതിനെ സംബന്ധിച്ച് കുറേ അധികം ആൾക്കാരൊരു ചോദ്യം ചോദിച്ചിരുന്നു. 1-2 പേര് ചോദിച്ചിരുന്നു. ഇതിനു മുമ്പുള്ള ആചാര്യന്മാർ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് ഈശ്വരനോടൊന്നും ചോദിക്കരുത്, ചോദിക്കാതെ തരും എന്നാണ്. ഇപ്പോഴെന്താണ് ഈ ആചാര്യൻ ചോദിക്കണമെന്ന് പറയുന്നത്? അതിനെന്താണ് പ്രമാണം? ഇതാണ് ചോദ്യം. അതിനെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ടാണ്. അതായത് കുചേലൻ ഭഗവാനെ കാണാൻ ദ്വാരകയ്ക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് കുചേലൻ ഒന്നും ചോദിച്ചില്ല, പക്ഷേ കുചേലൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ കൊടുത്തില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ സംശയം തീർക്കാം. കാരണം മനുഷ്യൻ, ആത്മാവ് തൻ്റെ ക്രിയകളിൽ സ്വതന്ത്രനാണ്. കർമ്മണ്യേവാധികാര തേ നിനക്ക്, കർമ്മണ്യേവാ അധികാര, കർമ്മം ചെയ്യുന്നതിൽ മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ആത്മാവിന് കർമ്മം ചെയ്യുന്നതിൽ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് കർമ്മം ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കർമ്മം ചെയ്യാം. പക്ഷേ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവശ്യമേവ ഭോക്തവ്യം കൃതം കർമ്മശുഭാശുഭം. പിന്നെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അതായത് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ സ്വതന്ത്രരാണ്. മാ ഫലേഷു കഥാചന, പക്ഷേ ഫലം അനുഭവിക്കുന്നതിൽ നമ്മൾ സ്വതന്ത്രരല്ല. നിങ്ങൾക്കിഷ്ടമുള്ള കർമ്മം ചെയ്യാം, പക്ഷേ ചെയ്തു കഴിഞ്ഞ് എനിക്കതിൻ്റെ ഫലം വേണ്ട, അല്ലെങ്കിൽ ചെയ്യാത്തതിൻ്റെ ഫലം വേണം എന്നൊന്നും പറയാൻ പറ്റില്ല. ചെയ്ത കർമ്മത്തിൻ്റെ ഫലമേ വരൂ. ആ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതിൽ നിങ്ങൾ സ്വതന്ത്രരല്ല, പരതന്ത്രരാണ്. അതായത് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിശ്ചയമായും നിങ്ങളുടെ തലയിൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ കർമ്മം ചെയ്യുന്നതിൽ നമ്മൾ സ്വതന്ത്രരാണ്, ഫലം അനുഭവിക്കുന്നതിൽ സ്വതന്ത്രർ അല്ല. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്തായാലും വരും. അപ്പോൾ ഇത് ഭഗവത്ഗീത തന്നെ പറയുന്നതാണ്, എല്ലാ പ്രമാണ ഗ്രന്ഥങ്ങളും പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, കർമ്മം ചെയ്യുന്നതിൽ നമ്മൾ സ്വതന്ത്രരാണല്ലോ. അപ്പോൾ കർമ്മം ചെയ്തു കഴിഞ്ഞാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. നമ്മൾ ഈശ്വരനോട് ചോദിക്കാതെ, അപേക്ഷിക്കാതെ ഈശ്വരൻ ഒന്നും നമുക്ക് നൽകില്ല. അതിൻ്റെ കാരണം കർമ്മം ചെയ്യുന്നതിൽ നമ്മൾ സ്വതന്ത്രരാണ്. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഈശ്വരൻ ഒരിക്കലും കൈവയ്ക്കില്ല. ഇതെപ്പോഴും ഓർമ്മ വേണം. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഒരിക്കലും ഈശ്വരൻ ഇടപെടുകയില്ല. പിന്നെ എപ്പോഴാണ് ഇടപെടുന്നത്? നിങ്ങൾ പരിപൂർണമായി ഈശ്വരന് സമർപ്പിച്ചു കഴിയുമ്പോൾ ഈശ്വരനോട് നിങ്ങൾ പ്രാർത്ഥിക്കും, ഭഗവാനെ ഞാനിനി ഒന്നും ചെയ്യില്ല, അവിടുത്തെ ഇച്ഛ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, ഞാൻ അവിടുത്തെ ഒരു യന്ത്രമായി പ്രവർത്തിച്ചു കൊള്ളാം എന്ന് ഭഗവാനോട് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ എത്തുന്നതിന് പറയുന്ന പേരാണ് ശരണാഗതി എന്ന്. ഈ ശരണാഗതി വന്നു കഴിഞ്ഞാൽ, ശരണമായി കഴിഞ്ഞാൽ, സർവഭാവേന ഭാരത അനന്യാശ്ചിന്തയന്തോ മാം, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഞാനല്ലാതെ മറ്റ് ശരണമില്ല എന്ന് കരുതി, എന്ന് ബോധ്യപ്പെട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചോദിക്കാതെ തന്നെ വരും. ആ ലെവൽ സാധാരണഗതിയിൽ എത്താൻ അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് കർമ്മം ചെയ്യുന്നതിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഈശ്വരൻ കൈ കടത്തുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിസൾട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ജന്മത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചില കാര്യങ്ങൾ ഈ ജന്മത്ത് തന്നെ സംഭവിക്കും, നിങ്ങളുടെ ആഗ്രഹം നടക്കും. എന്നാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു എന്ന് വരില്ല, അത് അടുത്ത ജന്മത്തേക്ക് പോകും. അതിന് ആചാര്യന്മാർ പറയും,
ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപവിധാനം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നമസ്കാര ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ആയുസ്സും ഐശ്വര്യവും നല്ല ബന്ധുക്കളെയും നല്ല ജ്ഞാനവും ഒക്കെ എനിക്ക് തരണേ ദേഹിമേ പരമേശ്വരി, എൻ്റെ പരമേശ്വരി എനിക്കിതൊക്കെ നൽകണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരികളും, അതായത് വിദ്യാർത്ഥികളും ഗൃഹസ്ഥന്മാരും വാനപ്രസ്ഥികളും ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് വേണം നമസ്കരിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് രാമായണം, മഹാഭാഗവതം തുടങ്ങിയവ വായിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ശ്ലോകം ചൊല്ലി വേണം നമസ്കരിക്കാൻ. ഭഗവാനെ ഇതൊക്കെ എനിക്ക് അനുവദിക്കണമേ എന്ന് പറയണം. എന്നെങ്കിലേ അടുത്ത ജന്മത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിത് മുഴുവൻ കിട്ടൂ. ആയുസ്സും ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഒക്കെ കിട്ടണ്ടേ? അത് ചോദിക്കാതെ പറ്റില്ല. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ ഈശ്വരൻ കൈ കടത്തുകയില്ല. അപ്പം നിങ്ങൾ ചോദിച്ചെങ്കിലേ ഈശ്വരന് തരാനാവൂ. ഇത് പിന്നീട് ഒരുപാട് മഹാഗുരുക്കന്മാരോടും അവധൂതന്മാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം എന്നോട് പറഞ്ഞത് ഈശ്വരനോട് ചോദിച്ചാൽ മാത്രമേ ഈശ്വരൻ തരൂ എന്നാണ്. ഇനി അടുത്തത് കുചേലന് ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാം നൽകിയല്ലോ എന്നാണ് അടുത്ത ഒരു സംശയം. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുചേലൻ എന്തിനാണ് ദ്വാരകയിലേക്ക് പോയത്? ഭാര്യ പറഞ്ഞു, നമുക്കെന്ത് ദാരിദ്ര്യമാണ്, നിങ്ങളുടെ കൂടെ പഠിച്ചതല്ലേ ഭഗവാൻ, അവിടെ ചെന്ന് ഭഗവാനോട് നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ദാരിദ്ര്യം തീർത്തു തരാൻ പറയുക. ഇത് കേട്ടുകൊണ്ടാണ് കുചേലൻ വീട്ടിൽ നിന്നിറങ്ങുന്നത്. അതായത് കുചേലൻ ഭഗവാനെ കാണാൻ പോകുന്നത് തൻ്റെ ദാരിദ്ര്യം തീർക്കണം എന്ന ആഗ്രഹത്തോടെയാണ്. കുചേലനത് പറയുന്നില്ല, ശരിയാണ്. പക്ഷേ കുചേലൻ പുറപ്പെട്ടത് തന്നെ അതിനല്ലേ. അപ്പോൾ കുചേലൻ്റെ മനസ്സിലും കുചേലൻ്റെ ഭാര്യയുടെ മനസ്സിലും ഒക്കെ ആ പ്രാർത്ഥനയുണ്ട്. അവർ വാക്കുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിൽ ആ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഭഗവാൻ കേട്ടത്. വാക്കുകൊണ്ട് പ്രകടിപ്പിക്കണമെന്നില്ല. നിങ്ങൾ ഒരു മഹാഗുരുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് മൗനമായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചാലും മതി. അത് പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. അതാണ് ഭഗവാൻ കേട്ടത്. അല്ലാതെ ചോദിക്കാത്തത് കൊടുക്കുക അല്ല ചെയ്തത്, ചോദിച്ചതാണ്. അത് ചോദിച്ചത് മൗനമായാണ് എന്നേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. ഹരി ഓം ഹരി.